നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിശാസ്ത്ര വിഷയത്തിൽ കല്യാണവർമാവിൻ്റെ സാരാവരിയിലെ ത്രിഗ്രഹയോഗ നിരൂപണം. ഇവിടെ ത്രിഗ്രഹയോഗത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ത്രിഗ്രഹങ്ങൾ ആരൊക്കെയാണ്, എന്ത് ഫലമാണ് ഇത് തരുന്നതെന്ന വിഷയവുമാണ്. ചന്ദ്രനും വ്യാഴവും ശുക്രനും ഒരുമിച്ച് ഒരേ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ആ യോഗസമിതി ജനിച്ച വ്യക്തിയുടെ സ്വഭാവ വിശേഷതകളാണ്. ചന്ദ്രനും വ്യാഴവും ശുക്രനും ഈ മൂന്ന് ഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളാണ്. അതിനാൽ നമുക്ക് ശുഭഗ്രഹ ഫലം തന്നെ ഇവിടെ പ്രതീക്ഷിക്കാം. ആദ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. സ്വാധീതനയ പ്രാജ്ഞോ കലാസ്വഭിജ്ഞ ബഹുശ്രുത സാധു ഭാർഗവ ഗുരു ശശിയോഗേ ജാതസുഭഗോ ഭവേത് നരഹ. സുഭഗോ നരഹ ജാതഃ ഭവേത്. സൗഭാഗ്യമുള്ള മനുഷ്യൻ ജനിക്കുമെന്നാണ് പറയുന്നത് ഈ ത്രിഗ്രഹ യോഗത്തിൽ. ആരുടെയൊക്കെയാണ് ത്രിഗ്രഹങ്ങൾ എന്ന് ആചാര്യൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഭാർഗവ ഗുരു ശശിയോഗേ. ഭാർഗവൻ എന്നാൽ ഭൃഗുപുത്രൻ ശുക്രൻ, ഗുരു എന്നാൽ ആചാര്യൻ ജീവഹ വ്യാഴം, ശശി ചന്ദ്രൻ. നിങ്ങൾക്കറിയാം ഈ മൂന്ന് ശുഭഗ്രഹങ്ങളുടെയും യോഗത്താൽ ജനിക്കുന്ന വ്യക്തി ആരായിരിക്കുമെന്നാണ് ഇവിടെ ആചാര്യൻ സമർത്ഥിക്കുന്നത്. സാധ്യതനേഹ, ആ പുത്രൻ പതിവ്രതയുടെ പുത്രനായി ജനിക്കുമെന്നാണ്. നല്ല പാതിവ്രത്യത്തോടു കൂടിയ ഒരു സ്ത്രീയുടെ പുത്രനായിരിക്കും. അത്ര പരിശുദ്ധയായ മാതാവായിരിക്കും ആ വ്യക്തിയുടെ എന്നർത്ഥം. പിന്നീട് പ്രാജ്ഞഃ ഭവതി, പ്രജ്ഞാഗുണത്തോടു കൂടിയ വ്യക്തിയായിരിക്കും, നല്ല ബുദ്ധിശക്തിയുള്ള വ്യക്തിയായിരിക്കും, ബുദ്ധിമാനായിരിക്കും എന്നർത്ഥം. കലാസ്വഭിജ്ഞ, അഭിജാനാതി ഇത് അഭിജ്ഞ എന്നാണ്. കലയിൽ അങ്ങേയറ്റം അറിവുള്ള വ്യക്തിയായിരിക്കും. അദ്ദേഹം കലാവിഷയത്തിൽ വളരെയധികം തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരിക്കും. അതാണ് കലാസ്വഭിജ്ഞ എന്ന വാക്കിലൂടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അതേ വ്യക്തി, ആ മനുഷ്യൻ ബഹുശ്രുത, നല്ല ശാസ്ത്രജ്ഞാനമുള്ള വ്യക്തിയായിരിക്കും. ശ്രുതമെന്നാൽ ശാസ്ത്രമാണ്. ശാസ്ത്രത്തിൽ അങ്ങേയറ്റ ജ്ഞാനമുള്ള വ്യക്തിയാണ് ബഹുശ്രുത എന്ന വാക്കിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധു ഭവതി, അദ്ദേഹം നല്ല സജ്ജനമാകുന്നു. സജ്ജനത്തിനെയാണ് നാം സാധു എന്ന് പറയുന്നത്. സുഭഗനുമാകുന്നു, നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുന്ന ഒരു ത്രിഗ്രഹ യോഗമാണ്, ശുഭഗ്രഹങ്ങളുടെ യോഗമാണ് ഈ ശ്ലോകത്തിലൂടെ ആചാര്യൻ വളരെ നന്നായി നമുക്ക് സന്ദേശമായി നൽകിയിരിക്കുന്നത്. നമസ്തേ.